ഓം നമോ നാരായണായ. രാവണൻ രാഘവ പത്നിയെ എടുത്തു തേരിൽ വെച്ചാകാശത്തിലൂടെ പോയി. രക്ഷിക്കണേ എന്ന് ഭയാതുരയായി സീതാദേവി നിലവിളിക്കുന്നതു കേട്ടു പക്ഷീന്ദ്രനായ ജടായു വേഗം പാഞ്ഞെത്തി വിശുദ്ധമായ യാഗവേദിയിലെത്തി. ശുനകൻ ഹോമദ്രവ്യം അപഹരിക്കുന്നതിനു തുല്യമായ നികൃഷ്ടമായ കൃത്യമാണിത് എന്നു പറഞ്ഞ് തൻ്റെ സ്വാമിയുടെ പത്നിയെയും കട്ടുകൊണ്ടു പോകുന്ന മൂഢാത്മാവിനെതിരെ യുദ്ധം ചെയ്യുന്നു. ഉത്കൃഷ്ടമായ മനസ്സോടുകൂടി ജടായു ചിറകുള്ള പർവ്വതത്തെ പോലെ പറന്നുയർന്നു രാവണനെ നേരിടുന്നു. ജടായു കാൽനഖങ്ങളെ കൊണ്ടു രാവണൻ്റെ അസ്ത്രങ്ങളെ പൊടിയാക്കി. തീക്ഷ്ണമായ തുണ്ടാഗ്രം കൊണ്ട് തേർത്തടം തകർത്തു. രൂക്ഷമായ ചിറകടിയേറ്റ് രാവണന് പോലും ഇളക്കമുണ്ടായി. യാത്ര മുടങ്ങുക മാത്രമല്ല അപമാനവുമായി എന്ന വിചാരത്തോടെയാണ് രാവണൻ ചന്ദ്രഹാസം തന്നെ പ്രയോഗിക്കുന്നത്. ജടായു നിലംപതിക്കുകയും രാവണൻ സീതാദേവിയെയും കൊണ്ടു പൃഥ്വിമണ്ഡലം വിട്ടുയരുകയും ചെയ്തു. ഭൂമിപുത്രി നിസ്സഹായതയിലാണ്ട് വിലപിക്കുന്നു. രാഘവ പത്നിയെയും തരതിയിലെടുത്തു വെച്ചാകാശമാർഗെ ശീഘ്രം പോയിതു ദേശാസനും. രാഘവ രാമ സൗമിത്രേ കാരുണ്യബ്ദേ ഹാമൽ പ്രാണേശ്വര പാഹി മാം ഭയാതുരാം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരം ഉത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ഠാഗ്രേ മാമ സ്വാമി തൻ പത്നിയെയും കട്ടുകൊണ്ടെവിടേക്കു പോകുന്നു മൂഢാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്നു ശൂനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദത ബുദ്ധിയോടും ഗൃത്രരാജനും ഒരു പത്രവാനായുള്ളൊരു കുദ്രരാജനെ പോലെ ബദ്ധവൈരത്തോടതി ക്രോധനായഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അബ്ധിയും പത്രാനില ക്ഷുബ്ധമായി ചമയുന്നി ദധികൾ ഇളകുന്നു വിദ്രുതം അതു നേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപ്പെടുത്താനങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ടു. തീക്ഷ്ണതുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിതു. കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനം ചഞ്ചലം ഉണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽ കീർത്തിയും ഒടുങ്ങിതൻ നാർത്തി പൂണ്ടുഴന്നൊരു രാത്രിചാരീന്ദ്രനപ്പോൾ. ധാത്രിപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തുതൻ ചന്ദ്രഹാസം ഇളക്കി ലഘുതരം. പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ
വീണാൻ അക്ഷമനായിട്ടവൻ രക്ഷോനായകൻ. പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ടക്ഷതാ ചിത്തത്തോടും ദക്ഷിണാദിക്കു നോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ. മറ്റാരും പാലിപ്പാനില്ലുറ്റവരായിട്ടെന്നോർ തെറ്റിറ്റു വീണിടുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകീദേവി താനും ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനം പോകായികന്നു. പൃഥ്വിപുത്രിയും വരം പത്രിരാജനു നൽകി പൃഥ്വിമണ്ഡലമകന്നാശു മേൽപോട്ടു പോയാൾ.